അപ്പോഴേ നമുക്കിന്നൊരു റവ ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കിയെടുത്താലോ? ഇത് ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ മൈദയൊക്കെ നമുക്ക് കുട്ടികൾക്ക് ഹെൽത്തിന് അത്ര നല്ല, കുട്ടികൾക്ക് മാത്രമല്ല നമുക്കും ഹെൽത്തിന് അത്ര നല്ലതല്ല എന്നല്ലേ പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ മൈദേനെ ഒന്ന് മാറ്റി പിടിച്ചാലോ? അപ്പോൾ അങ്ങനെ നമുക്ക് ഉണ്ടാക്കാം, വായോ. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു ജാർ എടുത്തിട്ട് അതിലേക്ക് 1 കപ്പ് റവ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ റവ ഞാൻ റോസ്റ്റഡ് റവയാണ് എടുത്തിരിക്കുന്നത്, സാധാരണ റവ ആയാലും മതി. ഇതിലേക്ക് ഞാൻ ഈ അളന്ന അതേ കപ്പിൽ തന്നെ 1 കപ്പ് പാൽ എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ സാധാരണ ചൂടില്ലാത്ത നമ്മൾ നോർമൽ ടെമ്പറേച്ചറിലുള്ള ഒരു പാലെടുക്കാൻ ശ്രദ്ധിക്കണേ. പിന്നെ അതിന് ശേഷം ഒരു 1/2 കപ്പ് പഞ്ചസാര ഞാനിതിലിടുന്നുണ്ട്. 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പം ഞാൻ മിക്സിയുടെ ജാർ അടച്ചിട്ട് ഒന്ന് അരയ്ക്കാൻ പോവുകയാണ്. അരച്ച് വന്നപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി ഇതാണ്, ഈ ഒരു തിക്നെസ്സിൽ നമുക്ക് കിട്ടും. അതിലേക്ക് ഞാനൊരു 1/2 കപ്പ് കൊക്കോ പൗഡർ ഇടുന്നുണ്ട്, 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഇടുന്നുണ്ട്, 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. അപ്പോൾ ഇത് ഇട്ടതിന് ശേഷം നന്നായി മിക്സ് ചെയ്ത് നമ്മൾ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനെടുത്ത പാത്രം കുറച്ച് ചെറുതായതുകൊണ്ടാണ് ബട്ടർ പേപ്പർ കൊണ്ട് അങ്ങനെ ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇനി പ്രീ ഹീറ്റ് ചെയ്ത കുക്കറിലേക്ക് നമുക്ക് ഈ മാവ് ഇറക്കി വെച്ചിട്ട് ഒരു 30-40 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. ഇതിന് ഞാൻ തണുത്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കുന്നുണ്ട്, ലെയർ ആക്കിയിട്ട് ഇതിനുള്ളിൽ കുറച്ച് ചോക്ലേറ്റ് സിറപ്പ് ഒഴിച്ചിട്ട് അതിൽ കുറച്ച് ചോക്ലേറ്റ് ചിപ്സും ആഡ് ചെയ്യുന്നുണ്ട്. സ്പ്രെഡ് ചെയ്തതിന് ശേഷം കുറച്ച് ചോക്ലേറ്റ് ചിപ്സും കൂടി വെച്ചിട്ട് അടുത്ത ലെയർ വെച്ചു. അങ്ങനെ 3 ലെയറായിട്ട് ഞാൻ ചെയ്തെടുത്തതാണ്. ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല കേട്ടോ, അല്ലെങ്കിൽ തന്നെ ഈ കേക്ക് തിന്നാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതിന് മുകളിലേക്ക് ഒഴിച്ചതിന് ശേഷം 3 ലെയറും വെച്ച് ലാസ്റ്റ് ഫൈനൽ ലെയറിൻ്റെ മുകളിലും ബാക്കി വന്ന് ചോക്ലേറ്റ് സിറപ്പ് ഒഴിച്ചു. ഞാൻ അതിന് ശേഷം കുറച്ച് ചോക്ലേറ്റ് ചിപ്സ് വെച്ച് ഡെക്കറേറ്റ് ചെയ്തു. കാണാനൊക്കെ ഒരു ഭംഗിക്ക് വേണ്ടി ചെയ്തതാണ്. പിന്നെ ഇതൊക്കെ കാണുമ്പോൾ കുട്ടികൾക്കും ഒരു സന്തോഷമല്ല, അവർക്ക് കഴിക്കാൻ കേക്ക് അല്ലെങ്കിലും ഇഷ്ടപ്പെടും. എന്നാലും ഇതൊക്കെ കാണുമ്പോൾ ചോക്ലേറ്റ് കേക്ക് നിറയെ ചോക്ലേറ്റൊക്കെ ഇരിക്കുമ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ ഇത് എല്ലാം കഴിഞ്ഞിട്ട് ഞാനൊരു 2 മണിക്കൂറോളം ഇത് ഒന്ന് ഫ്രിഡ്ജിൽ തണുപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഞാൻ കട്ട് ചെയ്തെടുത്തു. അപ്പോൾ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ.